ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ EVS ആണ്, ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്നതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ കീ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇട്ട യൂണിറ്റ് ടെസ്റ്റ് എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആ ടെസ്റ്റിൻ്റെ ഉത്തരങ്ങളാണ് കേട്ടോ, ആൻസേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇനിയും ആ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശേഷം ഈ ആൻസർ കീ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ആൻസേഴ്സ്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. EVSൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിനെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് നോക്കിയാലോ, ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ് എന്ന യൂണിറ്റിലെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ഉത്തരങ്ങൾ, ആൻസേഴ്സ്. അപ്പം ആദ്യം നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വായിക്കാം, അതിനുശേഷം ആൻസേഴ്സും പറയാം കേട്ടോ. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഫിഷ് ദാറ്റ് ഹെൽപ്സ് ദം ലിവ് ഇൻ വാട്ടർ ആയിരുന്നു ചോദ്യം. ഉത്തരം വരുന്നത് ദ ബോഡി ഷേപ്പ്, ഫിൻസ്, അറേഞ്ച്മെന്റ് ഓഫ് സ്കെയിൽ, സ്ലിപ്പറി നേച്ചർ ഓഫ് ഫിഷ് ഹെൽപ്പ് ദം മൂവ് ത്രൂ വാട്ടർ. How do they arrange their direction? Answer: the tail fins help change the direction of movement. The pointed body shape and slippery surface of the body help with easy movement in water. അടുത്തത്, how are their scales arranged? Answer: scales are arranged in rows from front to back. They lie close to the body when fish move forward and help for smooth movement. അടുത്ത ചോദ്യം, which part of their body helps them in breathe ആണ്. Answer: fish breathe through the help of gills ആണ്. ആക്ടിവിറ്റി 2 ആണ് നെക്സ്റ്റ് വരുന്നത്. വാട്ട് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കാക്ടസ് പ്ലാന്റ്സ് ആണ്. കാക്ടസ് പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ്: ഫൗണ്ട് ഇൻ പ്ലേസസ് വെർ വാട്ടർ ഈസ് സ്കേഴ്സ്, സ്റ്റെംസ് ആർ തിക്ക് ആൻഡ് ഫ്ലഷി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദെയർ സ്റ്റെം ആണ്. ഉത്തരം വരുന്നത് സ്റ്റെംസ് ആർ തിക്ക് ആൻഡ് ഫ്ലഷി, ദേ ക്യാൻ സ്റ്റോർ എ ലോട്ട് ഓഫ് വാട്ടർ. അടുത്ത ചോദ്യം, വാട്ട് മേക്സ് ദം ഡിഫറെൻറ്റ് ഫ്രം അതർ പ്ലാന്റ്സ് ആണ്. ആൻസർ: their roots quickly absorb the water that is occasionally available. Since their stems have wax-like coating, water loss is reduced. അടുത്ത ചോദ്യം, another name of desert plants ആണ്. ഉത്തരം വരുന്നത് സീറോഫൈറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 2 ആക്ടിവിറ്റിയുടെ ഉത്തരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് 3ാമത്തെ ആക്ടിവിറ്റിയാണ്. ബോഡി ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ആൻ ഓർഗാനിസംസ് ടു സർവൈവ് ഇൻ ഇറ്റ്സ് എൻവയോൺമെന്റ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോസസ്? ആൻസർ: അഡാപ്റ്റേഷൻ ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് എനി വൺ അഡാപ്റ്റേഷൻസ് ഓഫ് ഫോളോയിങ് അനിമൽസ്. ഫ്രോഗിൻ്റെ അഡാപ്റ്റേഷൻ ആണ് വെബ്ഡ് ഫീറ്റ്. വാട്ടർ ലില്ലി ആണെങ്കിൽ എയർ സ്പേസസ് ഇൻ ദ സ്റ്റെം. ടോർട്ടോയ്സ് ആണെങ്കിൽ ഹാർഡ് ഷെൽ, സ്കേലി സ്കിൻ. അടുത്ത ചോദ്യം, റൈറ്റ് എനി 3 അഡാപ്റ്റേഷൻസ് ഓഫ് കങ്കാരു റാറ്റ്. ആൻസർ വരുന്നത് മെറ്റബോളിക് വാട്ടർ, കോൺസെൻട്രേറ്റഡ് യൂറിൻ, നൊക്ടേണൽ ബിഹേവിയർ. 4ാമത്തെ ആക്ടിവിറ്റി, ഡിഫൈൻ ഹാബിറ്റാറ്റ് ആൻഡ് റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഫോർ ഹാബിറ്റാറ്റ് ആണ്. ആൻസർ: ദ സറൗണ്ടിങ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ്സ് ഈസ് കോൾഡ് എ ഹാബിറ്റാറ്റ്. എക്സാമ്പിൾ: ഫോറസ്റ്റ്, ഓഷ്യൻ, ഡെസേർട്ട്. ഇതെല്ലാം ഹാബിറ്റാറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യം, റൈറ്റ് ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ എ പോണ്ട് ആണ്. ഒരു പോണ്ടിൽ ലിവിങ് തിങ്സിനെയും നോൺ ലിവിങ് തിങ്സിൻ്റെയും പേരെഴുതാനാണ്. ഒരു പോണ്ടാണെങ്കിൽ ലിവിങ് തിങ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫിഷ്, ലോട്ടസ് പ്ലാന്റ്, ഫ്രോഗ് എല്ലാം ഉണ്ടാവും. നോൺ ലിവിങ് ആണെങ്കിൽ വാട്ടർ, റോക്സ്. അടുത്തത്, റൈറ്റ് ദ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഹാബിറ്റാറ്റ്സ് ആണ്. നാച്ചുറൽ ഹാബിറ്റാറ്റ് ഫോറസ്റ്റ്, ഓഷ്യൻ. മാൻമെയ്ഡ് ഹാബിറ്റാറ്റ് ആണെങ്കിൽ അക്വേറിയം, സൂ. ആക്ടിവിറ്റി 5, വാട്ട് ഈസ് എക്കോസിസ്റ്റം? An ecosystem is a community where living organisms ആണ് plants, animals, microbes എല്ലാം interact with each other and their non-living environment, weather, sun, soil, climate and atmosphere. What is interdependence in ecosystem? Interdependence refers to the way living things depend on one another and their environment to survive. For example, plants produce oxygen for animals, while animals provide carbon dioxide for plants and help with pollination. ഇതെല്ലാം interdependence എക്സാമ്പിൾ ആണ്. അടുത്ത ചോദ്യം, what are the human activities that are harmful to the ecosystem? Several human activities cause harm, including deforestation, pollution, overconsumption, climate change. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. which creature is called as friends of farmers? Answer:
എർത്ത് വേം ആണ്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ? ആൻസർ എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, വേസ്റ്റ് ഡിസ്പോസൽ, ഡീഫോറസ്റ്റേഷൻ. അടുത്ത ചോദ്യം, റൈറ്റ് ഡൗൺ ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ ദോഷകരമായിട്ടുള്ള വശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ആൻസർ. ഹെൽത്ത് ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ, ഓസോൺ ഡിപ്ലീഷൻ. ഇതെല്ലാം എന്താണ്? വായു മലിനീകരണം, എയർ പൊല്യൂഷന് ഹാംഫുൾ ഇഫക്ട്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സർക്കംസ്റ്റൻസസ് ഡസ് വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ആണ്? ഏതൊക്കെ സാഹചര്യങ്ങളാണ് വെള്ളം മലിനപ്പെടുക എന്നാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ്, സീവേജ്, പ്ലാസ്റ്റിക് വേസ്റ്റ്. ഇതെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക എഴുതാം. ഇത് കൂടുതൽ എഴുതാം കേട്ടോ. നമ്മൾ ആനിമൽസിനെയൊക്കെ ബാത്ത് ചെയ്യിപ്പിക്കുന്നത് അങ്ങനത്തെ വേസ്റ്റ്, പിന്നെ ഡ്രെയിനേജ്, ഹൗസിൽ നിന്നുള്ള ഡ്രെയിനേജ് വേസ്റ്റ്, അതെല്ലാം വെള്ളം പൊല്യൂട്ടാക്കുന്ന കാര്യങ്ങളാണ്. ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ അഫക്ട് ലിവിങ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ്? ലിവിങ് തിങ്സിനെയും മനുഷ്യരെയും എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ അഫക്റ്റ് ചെയ്യാന്നാണ്. വാട്ടർ പൊല്യൂഷൻ ഡിസ്ട്രോയ്സ് അക്വാട്ടിക് എക്കോസിസ്റ്റം, ഡിസ്ട്രപ്റ്റ്സ് ദ ഫുഡ് ചെയിൻ, ഇറ്റ് കോസസ് വാട്ടർ ബോൺ ഡിസീസസ് ലൈക്ക് കോളറ, ടൈഫോയിഡ് ആൻഡ് ഡിസെൻട്രി ഇൻ ഹ്യൂമൻസ്. അപ്പോൾ വെള്ളത്തിൻ്റെ മലിനീകരണം പല രീതിയിൽ ബാധിക്കും. എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ചെയിനെ തന്നെ തകർക്കും. നമുക്ക് വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങൾ വരും. കോളറ, ടൈഫോയിഡ്, ഡിസെൻട്രി ഒക്കെ മനുഷ്യരിൽ. അതുപോലെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ നശിക്കാൻ അത് കാരണമാകും. അങ്ങനെ പല കാരണങ്ങളുണ്ട് കേട്ടോ. അടുത്തതാണ് ആക്ടിവിറ്റി 7. എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്നാണ് ചോദ്യം. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓൾസോ. അപ്പോൾ വാട്ട് ഈസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? റൈറ്റ് എനി 2 എക്സാമ്പിൾ. എന്താ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിന് ആൻസർ വരുന്നത്, നാച്ചുറൽ ഡിസാസ്റ്റർ ഈസ് എ സഡൻ ഇവൻറ്റ് കോസ്ഡ് ബൈ നേച്ചർ ഓർ എർത്ത്സ് നാച്ചുറൽ പ്രോസസ്സസ്. ദീസ് ഇവൻറ്റ്സ് ഓഫൻ റിസൾട്ട് ഇൻ സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ടു ദി എൻവയോൺമെൻറ്റ്. എക്സാമ്പിൾ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ് എക്സെട്ര. അപ്പോൾ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നേച്ചറിൽ എന്തുണ്ടാവും? നോർമലി ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതായത് എർത്തിൻ്റെ നാച്ചുറൽ പ്രോസസ്സ് മൂലം ഉണ്ടാകുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള എല്ലാ ഇൻസിഡൻസിനെയും നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയും. മഴ, വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ സൂര്യാഘാതം, അതുവരെ നമുക്കിതിൽ ചില സമയങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ അതുപോലെ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചൽ, അത് നമ്മൾ പറയാം. സുനാമി നാച്ചുറൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം നാച്ചുറൽ ഡിസാസ്റ്ററിൽ നമുക്ക് പറയാം. മേക്ക് എ പോസ്റ്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം ആണ്. എക്കോസിസ്റ്റത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കൊടുത്തത് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റത്തിലൊരു ചിത്രമൊക്കെ വരച്ച് പ്രൊട്ടക്ട് അവർ നേച്ചർ, പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പിക്ചറൊക്കെ വരച്ച്, എർത്തിൻ്റെ ഒക്കെ പിക്ചർ വരച്ചാലും നല്ലതായിരിക്കും. അങ്ങനെയാണ് നമ്മളെപ്പോഴും പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഉത്തരങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ ചാപ്റ്ററിൻ്റെയും യൂണിറ്റ് ടെസ്റ്റുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ്, ഏത് യൂണിറ്റ് ടെസ്റ്റാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.